വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്ന് ഒരു ചൂരമീൻ്റെ മുട്ട പീര വറ്റിക്കാൻ പോവുക. തേങ്ങ, കാന്താരിമുളക്, കരിവേപ്പില, ഇച്ചിരി വെളുത്തുള്ളി, അല്പം കുരുമുളക്, ഒരു 3-4 കുരുമുളക്, ഒരു കഷ്ണം ഇഞ്ചി, ഇവയെല്ലാം കൂടെ ചതച്ചെടുത്തിട്ട് ചുമന്നുള്ളി, കരിവേപ്പില, മഞ്ഞൾപ്പൊടി, ഉപ്പും ഒരു പറ്റൽമുളക് ഞാൻ പറഞ്ഞു എന്നൊരു സംശയം 2ആയിട്ട് മുറിച്ചിട്ട് ഞാൻ ഈ ചട്ടിക്കകത്തോട്ട് മുട്ടയെല്ലാം കൂടെ വാരി വെച്ച് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ തന്നെ അതിനകത്തെ പകുതി പരിപാടി കഴിഞ്ഞു. ഇനി ഇത് അടുപ്പേ വയ്ക്കുക. ഞാൻ കല്ല് കഴുകിയെടുത്ത വെള്ളമാണ് എനിക്ക് ഒഴിച്ചത് കേട്ടോ. കാരണം നമ്മൾ ഇത് അരച്ചെടുത്തപ്പം അതിൻ്റെ ആ കല്ല് കഴുകിയെടുത്തതാണ്. ഇത് നല്ലോട്ട് തിളച്ച് കുറുകി ഒത്തിരി അങ്ങ് പറ്റണ്ട, ഒരു അവിയൽ പരുവത്തിലെടുക്കണം. നല്ല ടേസ്റ്റാണ്. അടുപ്പേ വെക്കാൻ പോകട്ടെ. തിള വന്നു, പെട്ടെന്ന് ഇത് സെറ്റായിട്ട് കിട്ടും. നടച്ച് അത് പരുവമായി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് ഒരു അവിയൽ പരുവം ആ രീതിയിൽ വാങ്ങണം. ഇത് ചോറൊക്കെ ഉണ്ണാൻ നല്ല ടേസ്റ്റാണ്. അതുപോലെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കൂട്ടാൻ നല്ലതാണ്. അടിപൊളി സാധനം. നിങ്ങൾക്ക് ഇത് ഒന്ന് വെച്ച് നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ലൊരു ഡിഷാണിത്. നല്ല ടേസ്റ്റുള്ള കറിയാണ്. നിങ്ങളിത് വെച്ച് നോക്കണം. അവിയൽ പോലെ ഇത് വേറെ തരത്തിലൊക്കെ ഈ മുട്ട വാഴയില പരത്തിയൊക്കെ ഉണ്ടാക്കാം.